എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ആദരണീയരായ നേതാക്കന്മാരെ, കേരളത്തിൻ്റെ സാംസ്കാരിക നഗരി ഇന്ന് ഒരു ചരിത്രം കുറിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെ നമ്മളെ കാണാൻ ഇവിടെ എത്തിയിരിക്കുന്നു. ഈ നിമിഷത്തിന് നമുക്കെല്ലാവർക്കും ദൈവത്തോട് നന്ദി പറയാം. ആദ്യമായി അദ്ദേഹത്തെ തൃശ്ശൂരിൻ്റെയും കേരളത്തിൻ്റെയും നേതാക്കൾക്ക് വേണ്ടി ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ യോഗത്തിൻ്റെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഗർജിക്കുന്ന സിംഹം ബഹുമാന്യനായ ശ്രീ കെ സുധാകരനാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ സ്വാഗതമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ സമ്മേളനത്തിൽ നമ്മളോട് പറയുവാനും സംസാരിക്കുവാനും എത്തിച്ചേർന്നിരിക്കുന്ന, പണ്ട് കണ്ടൂരിൻ്റെ മണ്ണിൽ നിന്നും തൃശ്ശൂരിൽ വന്ന് കേരളത്തെ കീഴടക്കിയ കെ കരുണാകരൻ്റെ അതേ നാട്ടിൽ നിന്നും ഈ മണ്ണിലേക്ക് കടന്നു വന്ന കേരളത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവായി വളർന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ കെ സി വേണുഗോപാലിനെ ഞാൻ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിലെ ചടുലമായ പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രതിപക്ഷ ശക്തിയെ ഉത്തേജിപ്പിച്ച് മുന്നോട്ട് പോകുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ MLA ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സംസ്ഥാനത്തിൻ്റെ സംഘടനാ ചുമതല വഹിക്കുന്ന പഴയ യുവതുർക്കിയുടെ നേതാവ് ബ്രിജരഞ്ജൻ ദാസ് മുൻഷിയുടെ ഭാര്യ ശ്രീമതി ദാസ് മുൻഷിയെ ഞാൻ ഈ യോഗത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ദീപാദാസ് മുൻഷിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രവർത്തക സമിതി അംഗം ശ്രീ രമേശ് ചെന്നിത്തലയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ MP ശശി തരൂർ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല, അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ കൊടിക്കുന്നിൽ സുരേഷ് 40 വർഷക്കാലമായി മാവേലിക്കരുടെ MLA ആണ്. ആ MLA ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കൊടിക്കുന്നിൽ ശ്രീ മുരളീധരൻ MP നമ്മുടെ നാട്ടിൽ പിച്ചവെച്ച് നടന്ന രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ എല്ലാം ആദരണീയനായ ശ്രീ VM സുധീരൻ അദ്ദേഹമുണ്ട്, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്, അദ്ദേഹം എത്തിയിട്ടില്ല. അദ്ദേഹത്തിന് അസാന്നിധ്യത്തിൽ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ MM ഹസൻ UDFൻ്റെ കൺവീനർ, അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ തൃശ്ശൂരിൻ്റെ പ്രിയപ്പെട്ട MP ശ്രീ TN പ്രതാപൻ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ചാലക്കുടിയുടെ MP ശ്രീ ബെന്നി ബെഹനാൻ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ രമ്യ ഹരിദാസ് നിങ്ങളോടൊക്കെ ആദ്യം സംസാരിച്ചു. വാക്കുകൊണ്ട് അമ്മാനമാടുന്ന കേരളത്തിൻ്റെ എല്ലാമായ പ്രിയപ്പെട്ട സഹോദരിയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒറ്റ വാക്ക് ഞാൻ പറയാം. ഇത് ശക്തൻ്റെ നാടാണ്. ശക്തൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ റൗണ്ടിന് ചുറ്റും ഒരുപാട് കുളങ്ങളുണ്ട്. നമുക്ക് വെള്ളത്തിൻ്റെ ദൗർലഭ്യമില്ലാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയതാണ് കുളങ്ങളൊക്കെ. ആ ഒരു കുളത്തിൽ പോലും ഒരു താമരമുട്ട് പോലും വിടരാൻ ഇന്നേവരും ആയിട്ടില്ല, അത് ഇനിയും ഉണ്ടാകില്ല എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ സഹപ്രവർത്തകർക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ സമുന്നതരായ സീനിയേഴ്സ്, ഒരുപാട് നേതാക്കന്മാർ ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. KSUവിന്റെ, യൂത്ത് കോൺഗ്രസിന്റെ, മറ്റ് പോഷക സംഘടനകളുടെ എല്ലാ നേതാക്കളെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഒരിക്കൽ കൂടെ
സ്വാഗതം ചെയ്യുന്നു, അഭിവാദ്യം ചെയ്യുന്നു. ഈ മഹാസമ്മേളനത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നായകൻ, പ്രിയപ്പെട്ട കണ്ണൂരിന്റെ പോരാളി ശ്രീ കെ സുധാകരൻ MP അധ്യക്ഷ പ്രസംഗം നടത്തുന്നു. പ്രിയപ്പെട്ട പ്രസിഡന്റിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ആരാധ്യനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ ഈ വരവ് വളരെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരുന്ന വരവാണ്. മല്ലികാർജുൻ ഖാർഗെജി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായ അന്നു മുതൽ അദ്ദേഹത്തെ കേരളത്തിലൊന്ന് എത്തിക്കാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചതാണ്. പക്ഷേ അന്നൊന്നും സാധിക്കാത്ത ഒരു ദൗത്യം ഇന്ന് നമുക്ക് നടപ്പിലാക്കാനും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഈ മഹാജനസാഗരത്തിന്റെ നിങ്ങൾക്ക് ഒരു വലിയ സന്ദേശം നൽകാനും അദ്ദേഹത്തിന് അവസരമുണ്ടായത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായമാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നിറഞ്ഞു കവിഞ്ഞ ഈ ജനസാഗരം ദൃഢനിശ്ചയത്തിന്റെ ഒരു പ്രതീകമാണ്. മാറ്റത്തിന്റെ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കാൻ കാത്തിരിക്കുന്ന കാവലാളാണ്. ഈ നാടിനെ കുട്ടിച്ചോറാക്കുന്ന ഭരണവിഭാഗത്തിനെതിരെയുള്ള കഠിനമായ പോരാട്ടത്തിന് ആത്മസമർപ്പണം ചെയ്യാൻ ഞങ്ങളുണ്ട് മുൻപിൽ എന്ന് പ്രഖ്യാപിക്കുന്ന ഈ ജനസദസ്സുണ്ടല്ലോ, ഈ ലക്ഷക്കണക്കിന് ആളുകളുണ്ടല്ലോ, കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തെ അട്ടിമറിക്കാൻ ഇതേ നിങ്ങൾ മതി, നിങ്ങളുടെ കരുത്ത് മതി, നിങ്ങളുടെ മനസ്സ് മതി, നിങ്ങളുടെ പ്രവർത്തനം മതി. മാറ്റപ്പെടും. 20 സീറ്റിൽ ഔട്ട് ഓഫ് 20 സീറ്റ് നേടിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രാഷ്ട്രീയ ചരിത്രം തിരുത്തി കുറിക്കുമെന്ന് നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഈ രാഷ്ട്രീയം, കേരളത്തിലെ രാഷ്ട്രീയം നമുക്കനുകൂലമാണ്. ജനാധിപത്യ മതേതര ശക്തികൾക്ക് അനുകൂലമാണ്. ഇവിടെ ഭരിക്കുന്ന ഭരണകൂടം ഈ നാളിൽ അഭിശാപമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ മാത്രമല്ല, സ്വന്തം പാർട്ടിക്കകത്ത് നിന്ന് പോലും കടുത്ത വിമർശനം നേടുന്ന പിണറായി വിജയന്റെ സർക്കാരിന് സ്വന്തം പാർട്ടി പ്രവർത്തകന്മാരുടെ വോട്ട് പോലും ലഭിക്കാൻ വരുന്ന തിരഞ്ഞെടുപ്പിൽ സാധ്യതയില്ലെന്ന് തെളിയിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയത്തിലാണ് കൊച്ചു കേരളം കടന്നു പോകുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാൻ എളുപ്പമാണ്. ഈ സംസ്ഥാനത്ത് ഒരു ഭരണമുണ്ടോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഒരു ഭരണമില്ല. ഇവിടെ നിയമമില്ല, നിയമപരിപാലനമില്ല. അക്രമികൾക്ക് താങ്ങും തൊഴിലുമായ ഒരു സർക്കാർ, കള്ളപ്പണം ഉണ്ടാക്കുന്ന ഒരു സർക്കാർ, ജനാധിപത്യ സംവിധാനത്തെ കുഴിച്ചു മൂടുന്ന ഒരു സർക്കാർ, ജനഹിതത്തെ അട്ടിമറിക്കുന്ന ഒരു സർക്കാർ, കർഷകന്മാരുടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ ചവിട്ടി മെതിച്ച് അവരെ കണ്ണീരിന്റെ കടലിലേക്ക് തള്ളി മാറ്റുന്ന ഒരു സർക്കാർ, കർഷകന്മാർ അവർക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുമ്പോ പ്രതികരിക്കാൻ സാധിക്കുന്ന ഒരു ജനക്കൂട്ടം ഈ കൊച്ചു കേരളത്തിനുണ്ട് എന്ന് ഇതേ ഈ ജനസാന്നിധ്യം അത് തെളിയിക്കുന്നു എന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിക്കാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് ഏതാനും നിമിഷത്തിനുള്ളിൽ ഇവിടം വിട്ടു പോകണം. കാരണം സ്പെഷ്യൽ ഫ്ലൈറ്റിൽ പോകേണ്ടതാണ്. ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ വാക്കുകൾ ചുരുക്കുന്നു. ഒരുപാട് നേതാക്കന്മാർ ഇവിടെ പ്രസംഗിക്കാനുണ്ട്. എല്ലാ ആളുകളും ചെറിയ വാക്കുകളിൽ സംസാരിച്ച് ആരാധ്യനായ പ്രസിഡന്റിന്റെ വാക്കുകൾക്ക് വേണ്ടി കാതോർക്കുന്ന നിങ്ങളുടെ മുമ്പിൽ
അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം സൃഷ്ടിക്കേണ്ടുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു കാര്യം പറയട്ടെ. കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റും കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരും ഒരു നാണയത്തിന്റെ രണ്ട് വശമാണ് എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പണം ഉണ്ടാക്കുക, കള്ളപ്പണം വെളുപ്പിക്കുക, സ്വർണ്ണക്കടത്ത് നടത്തുക, അഴിമതി നടത്തുക, പണം പണം പണം. അതിന്റെ മുകളിൽ ചീഞ്ഞു മരിച്ചു വീഴാൻ ആഗ്രഹിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇനി കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ തിരിച്ചു വരുന്ന പ്രശ്നമില്ല എന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് ജീവിക്കുന്ന വികാര വിചാരങ്ങളെ നെഞ്ചിലേറ്റിക്കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ജനാധിപത്യത്തിന്റെ പോരാട്ടത്തിൽ, ജനാധിപത്യ വിശ്വാസികളുടെ പോരാട്ടത്തിൽ, ഈ ലക്ഷോപലക്ഷത്തിന്റെ പോരാട്ടത്തിൽ ഞങ്ങളോട് പിടിച്ചു നിൽക്കാൻ പിണറായി വിജയന് സാധിക്കില്ല, BJPക്ക് സാധിക്കില്ല. അധികാരത്തിലേക്ക് തിരിച്ചു വരും. ജനഹൃദയത്തിൽ ഞങ്ങൾ സാമ്രാജ്യം കെട്ടിപ്പടുക്കും. അതുകൊണ്ട് എല്ലാ ആളുകളും തെരഞ്ഞെടുപ്പിന് മുൻപിലേക്ക് കടന്നു വരാൻ മനസ്സു കാണിച്ചുകൊണ്ട് ഒരു പുതിയ ചരിത്രത്തിന്റെ രചയിതാക്കളായി എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മാറണം എന്ന് മാത്രം നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ആരാധ്യനായ അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രിയങ്കരനായ മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹത്തെ ഞാൻ സാദരം ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. അദ്ദേഹത്തിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ മാത്യു കുടൽനാടൻ. श्री KC वेणुगोपाल जी, श्री K सुधाकरन जी, VD सतीशन, CLP लीडर दीपादास मुंशी, रमेश चनिताला जी, कोडी कर्नल सुरेश जी, के मुरलीधरन MP, VM सुदर्शन, Sudhiran, I know him because he was with me in the screening committee. Sudhiran, MM Hassan, TN Pratapan, Benny Peheran, then Ramya Haridas, Jose Valor, DCC President, and friends who are sitting on the dais, and the friends who are gathered here, all Youth Congress, Kisan, Mazdoor, and journalist people, media people, and all other my friends. പ്രിയമുള്ള നേതാക്കന്മാരെ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികൾ, നേതാക്കന്മാർ, കർഷകർ, തൊഴിലാളികൾ, മാധ്യമ സുഹൃത്തുക്കൾ അടക്കം വരുന്ന എല്ലാ നേതാക്കന്മാർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. Kerala, referred to as God's own land, embodies the harmonious coexistence of diverse faiths, where people celebrate festivals together, representing the essence of love, compassion, democracy, and secularism.
much like the Congress party's values. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് അറിയപ്പെടുന്നത്. ജനങ്ങൾ സാഹോദര്യത്തോടും സഹവർത്തിത്വത്തോടും മതേതരത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒന്നിച്ച് മതപരമായ ഉത്സവങ്ങളും ചടങ്ങുകളും ഒന്നിച്ച് ആഘോഷിച്ച് ഒരുമയോടുകൂടി ജീവിക്കുന്ന ഒരു നാട്, കോൺഗ്രസിൻ്റെ ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ഒരു നാടായിട്ടാണ് കേരളത്തെ നമ്മൾ കാണുന്നത്. I am thankful to you. Rahul Gandhi ji represents Kerala and has now started Bharat Jodo Nyaya Yatra from Manipur to Mumbai. After completion of his most successful Bharat Jodo Yatra from Kanyakumari to Kashmir via Kerala, he has taken the journey from Manipur to Mumbai. ഞാൻ കേരളത്തോട് നന്ദി പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പ്രിയങ്കരനായ നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്നാണ് MP ആയി കടന്നു വന്നിട്ടുള്ളത്. മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ ഭാരത് ജോഡോ യാത്രയുടെ 2ാം പാദം മണിപ്പൂരിൽ നിന്നും ഗുജറാത്തിലേക്ക് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്നും കശ്മീരിലേക്ക് വിജയകരമായി നമ്മൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തെ ഈ നാടിൻ്റെ ജനപ്രതിനിധിയാക്കിയ കേരളത്തെ അഭിവാദ്യം ചെയ്യാനും നന്ദി പറയാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. The Yatra focuses on one of the fundamental pillars of Indian Constitution. It embodies an India പാവപ്പെട്ടവനാണെങ്കിലും ധനികനാണെങ്കിലും വിദ്യാഭ്യാസമുള്ളവനാണെങ്കിലും വിദ്യാഭ്യാസമില്ലാത്തവനാണെങ്കിലും ഏത് റൂറൽ ഏരിയയിൽ നിന്ന് വരുന്ന ഗ്രാമങ്ങളിൽ നിന്ന് വരുന്നവരാണെങ്കിലും നഗരങ്ങളിൽ നിന്ന് വരുന്നവരാണെങ്കിലും എല്ലാ ജനത്തിനും ഒരേപോലെ സമത്വം കിട്ടണം എന്നുള്ള ആശയം ഉയർത്തിപ്പിടിച്ചാണ് നീതിക്ക് വേണ്ടിയുള്ള ന്യായ യാത്ര സംഘടിപ്പിക്കപ്പെട്ടുള്ളത്. I am proud that it was Kerala that got him elected to the Indian Parliament. കേരളമാണ് അദ്ദേഹത്തെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത് അയച്ചത് എന്ന കാര്യത്തിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. The Congress party is committed to ensuring justice for all states, including Kerala. Once Jawaharlal Nehru, in his letter in 1959 to the chief ministers, he wrote, throughout country, we have a full and detailed constitution of India, defining the rights and responsibilities of the center and the states. കോൺഗ്രസ് ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളോടും നീതിപൂർവമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. ഒരിക്കൽ 1959 ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ രാജ്യത്തെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും എഴുതി, നമുക്ക് വളരെ വിശദമായ ഒരു ഭരണഘടനയുണ്ട്, ആ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള അവകാശ അധികാരങ്ങൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകാനും ഭരണം നടത്താനും ആഗ്രഹിക്കുന്നത്. The element of cooperation, of seeking friendly counsel with each other and of ever keeping the larger end in view. സാഹോദര്യം നിലനിർത്തി പരസ്പര വിശ്വാസത്തോടും പരസ്പര സഹകരണത്തോടും കൂടി മുന്നോട്ട് പോകുന്ന ഒരു സഹവർത്തിത്വമാണ് കോൺഗ്രസ് വിഭാവനം ചെയ്തിട്ടുള്ളത്. Our paramount importance is, I trust that as in the past, so in the future, we have that intimate relationship of comrades, working together for the achievement of common ends and having faith in each other. These are the words of Pandit Jawaharlal Nehru ji about democracy. ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് പരസ്പര സ്നേഹത്തോടും പരസ്പര വിശ്വാസത്തോടും കൂടി സഹവർത്തിത്വത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇത് മറ്റാരുടെയുമല്ല, നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളായിരുന്നു. പഴയ കാലത്തെന്ന പോലെ അല്ലെങ്കിൽ ചരിത്രത്തിൽ എന്ന പോലെ മുന്നോട്ടും കോൺഗ്രസ് ഈ ആശയത്തെ മുൻനിർത്തി
യാകും മുന്നോട്ട് പോവുക. However, the ruling dispensation lacks this statesmanship Pandit Nehru had. The Modi, these principles he is not following. He is only harassing the state governments, and also he is crushing the poor people and women. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി ഈ ആശയങ്ങളെയോ മൂല്യങ്ങളോ ബഹുമാനിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ വിവിധ സംസ്ഥാനങ്ങളെ ഞെരുക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളെ പീഡിപ്പിക്കുകയും അടിച്ചമർത്തുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഇപ്പോഴത്തെ ഗവൺമെന്റിൽ നിന്നും പ്രധാനമന്ത്രി മോഡിയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. The center intervention in the state governance and autonomous bodies, including interference by the governors and the attempts to reduce the political autonomy of the states, undermines the principles of federalism. ഇന്ന് സർക്കാർ സംസ്ഥാന ഭരണങ്ങളിൽ കൈകടത്താനും സംസ്ഥാനത്തിന്റെ അധികാരങ്ങളിൽ കൈകടത്താനും പരിശ്രമിക്കുകയാണ്. അതുമാത്രമല്ല, സ്വതന്ത്രമായ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ പോലും ഇടപെട്ടുകൊണ്ട്, അതിന്റെ അധികാരങ്ങളിൽ പോലും ഇടപെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫെഡറലിസം എന്ന് പറയുന്ന ആ ഒരു മൂല്യത്തെ ഇകഴ്ത്തി കാണിക്കാനും തകർക്കാനുമാണ് ഇന്നത്തെ സർക്കാർ ശ്രമിക്കുന്നത്. We must stand united to safeguard our rights and preserve the democratic fabric of our nation. നമ്മൾ ഐക്യത്തോടും ഒരുമയോടും കൂടി നിൽക്കേണ്ടിയിരിക്കുന്നു. കാരണം ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ള ഈ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ, ഈ ജനാധിപത്യ അവകാശങ്ങളെ സംരക്ഷിക്കാൻ നമ്മൾ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. The Congress party, along with the UDF coalition in Kerala, is committed to protecting these interests. കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണി കക്ഷികളോടൊപ്പം ചേർന്ന് ഈ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാനും സംരക്ഷിക്കാനും നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. United Front. Furthermore, it has disproportionately affected marginalized communities, minorities, and women. This trend highlights the failure of the Modi government to provide sufficient jobs for youngsters and sufficient opportunity in the country. മോഡി സർക്കാരിന്റെ ഇതുപോലുള്ള സമീപനം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് ഈ രാജ്യത്തെ മൈനോറിറ്റി ന്യൂനപക്ഷങ്ങളെയും പാവപ്പെട്ടവരെയും സ്ത്രീകളെയുമാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് വേണ്ടത്ര തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അത് യുവാക്കളെയും വളരെ ഗുരുതരമായി ബാധിച്ചിരിക്കുന്നു. Pandit Nehruji envisages a mixed economy as a model for India, where public sector, private sector, joint sector, and cooperative sector. And he acted in all sectors, and he allowed the growth of all the 3-4 sectors of this country. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ രാജ്യത്തിന് വേണ്ടി വിഭാവനം ചെയ്തത് ഒരു സമ്മിശ്ര സമ്പദ്ഘടനയായിരുന്നു. സ്വകാര്യ മേഖലയും അതുപോലെ തന്നെ പൊതുമേഖലയും അതോടൊപ്പം തന്നെ സഹകരണ മേഖലയും എല്ലാം ചേർന്ന് ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമ്പദ്ഘടനയാണ് വിഭാവനം ചെയ്തിരുന്നത്. കോൺഗ്രസിന്റെ ഭരണകാലത്ത് നയങ്ങളിൽ ഈ എല്ലാ മേഖലകൾക്കും ഒന്നുപോലെ വളരാനുള്ള ഒരവസരമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. It was his vision that led to setting up all mega projects across the country. He described these projects as the temple of modern India. ഈ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അദ്ദേഹം ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുകയും സ്ഥാപിക്കുകയും അത് ഇന്ത്യയിലെ അമ്പലങ്ങളാണ്, വികസനത്തിന്റെ വളർച്ചയുടെ അമ്പലങ്ങളാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയുണ്ടായി. These public sector units have provided secured employment to millions of people around the country. ഇതുപോലെ സ്ഥാപിക്കപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ രാജ്യത്ത് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് മതേതര വ്യവസ്ഥയിൽ തൊഴിൽ നൽകാൻ കഴിഞ്ഞു എന്നത് വലിയ നേട്ടമായിരുന്നു. Reserved categories
including SC, ST, OBC, and other weaker sections, have also benefited from such large-scale public sectors in India. അതുപോലെ തന്നെ പിന്നോക്കക്കാർക്കും ദളിത് വിഭാഗങ്ങൾക്കും ദളിത് SC, ST വിഭാഗങ്ങൾക്കും ഒക്കെ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ തൊഴിൽ ലഭിക്കുന്നതിലൂടെ അവർക്ക് വലിയ നേട്ടം കൈവരിക്കാനായി. However, we are seeing that Modi government has focused only on one sector, which is the private sector. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ച മോഡി സർക്കാർ ഈ പറഞ്ഞതിൽ ഒരേ ഒരു മേഖലയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്, അത് സ്വകാര്യ മേഖലയ്ക്കാണ്. They have ignored all other sectors and allowed them to die a slow death. മറ്റെല്ലാ മേഖലകളെയും ഉപേക്ഷിച്ച് അവരെ സ്വാഭാവിക മരണത്തിന് വിട്ടുകൊടുത്ത് സ്വകാര്യ മേഖലയെ മാത്രം പരിലാളിക്കുന്ന നയമാണ് നരേന്ദ്രമോദി സർക്കാർ തുടർന്നു വരുന്നത്. The other day too, I said in Parliament, if a person is sick, do you treat them and provide them care and support, or do you leave them alone to die? ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു വ്യക്തി രോഗാവസ്ഥയിലാണെങ്കിൽ, രോഗാതുരനായിരുന്നാൽ നമ്മൾ അവർക്ക് ചികിത്സ നടത്തി അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ശ്രമിക്കുമോ, അതോ അവരെ സ്വാഭാവിക മരണത്തിന് വിട്ടുകൊടുക്കുമോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കും. Similarly, if suppose public sector units have some problems, the government has the moral responsibility to provide them with financial and human resources. കോൺഗ്രസ് പറയുന്നത് ഈ രാജ്യത്തെ പൊതുമേഖലയ്ക്ക് ഒരു തളർച്ചയോ ക്ഷീണമോ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെ മടക്കി കൊണ്ടുവരാൻ, തിരിച്ചു കൊണ്ടുവരാൻ, ശക്തിപ്പെടുത്താനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം സർക്കാരിന് മേലുള്ളതാണ്. The Modi government has decided to completely dismantle the public sector and provide support to only private sector, and that too a selected few of his friends. എന്നാൽ രാജ്യത്തെ പൊതുമേഖലയെ പൂർണ്ണമായിട്ടും തകർക്കുന്ന, ഇല്ലായ്മ ചെയ്യുന്ന ഒരു സമീപനമാണ് മോഡി സർക്കാർ സ്വീകരിച്ചു വരുന്നത്. അതിന് പകരമായി അദ്ദേഹം സ്വകാര്യ മേഖലയെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതിൽ തന്നെ അദ്ദേഹത്തിന്റെ ഏതാനും സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ഭരണം മുന്നോട്ട് പോകുന്നത്. He has planned to hand over every last bit of public sector industries to few rich industrialist friends of his own. ഈ രാജ്യത്തിന്റെ പൊതുമേഖലയുടെ അവസാന മണ്ണും ഈ ഏതാനും സ്വകാര്യ വ്യക്തികൾക്ക്, മോഡിയുടെ സുഹൃത്തുക്കളായ ഏതാനും മുതലാളിമാർക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നരേന്ദ്രമോദി നടത്തുന്നത്. In Modi government, the inflation is rising day by day. മോഡിയുടെ ഭരണത്തിൽ രാജ്യത്ത് പണപ്പെരുപ്പം ദിവസം പ്രതി വർദ്ധിച്ചു വരികയാണ്. The combination of unemployment and inflation has increased the struggles of the poor under Prime Minister Modi's tenure. പണപ്പെരുപ്പത്തോടൊപ്പം തൊഴിലില്ലായ്മയും കൂടി കൂടുമ്പോൾ സാധാരണ ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക് അവരുടെ ജീവിതം ദുരിതമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മോഡിയുടെ ഭരണത്തിൽ ദിനം പ്രതി സാധാരണക്കാരുടെ ജീവിതം വലിയ പ്രയാസത്തിലും കഷ്ടപ്പാടിലേക്ക് നീങ്ങുകയാണ്. Prices for essential items like milk, groundnut, oil, flour, mills, and rice have doubled the rate. സാധാരണക്കാരന്റെ അവശ്യ വസ്തുക്കളായ ധാന്യങ്ങളും പരിപ്പും പാലും അടക്കമുള്ള എല്ലാ ഭക്ഷ്യവസ്തുക്കൾക്കും വില നാൾക്കുനാൾ വർദ്ധിക്കുകയാണെന്ന് മാത്രമല്ല, ഇപ്പോൾ ഇരട്ടിയോളമായി മാറിയിരിക്കുന്നു. Tuar dal has increased from 70 rupees to 150 rupees. That is the price. ധാന്യങ്ങളുടെ വില 70 നിന്നും 150 രൂപയായി ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു. The prices of other pulses have also increased heavily. ഇതര ധാന്യങ്ങളുടെ വിലയും വളരെയധികം കൂടുതലായി ഈ കാലയളവിൽ വർദ്ധിച്ചിട്ടുണ്ട്. LPG cylinder prices increased from 400 to 1100 rupees. കുക്കിംഗ് ഗ്യാസിന്റെ വില
400 രൂപയിൽ നിന്നും 1200 രൂപയിലേക്ക് വർദ്ധിച്ചിരിക്കുന്നു. This situation is truly frightening and apathy of the government is deeply concerning. ഇതൊരു ഭയാനകമായ അവസ്ഥയാണ് രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനോടെല്ലാം വളരെ നിഷേധാത്മകമായ സമീപനമാണ് സർക്കാർ പുലർത്തി വരുന്നത്. Inflation and unemployment has completely destroyed the poor and middle class, lower middle class of this country. വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയും അതോടൊപ്പം ഉണ്ടാകുന്ന പണപ്പെരുപ്പവും ഈ രാജ്യത്തെ സാധാരണക്കാരെയും ഈ രാജ്യത്തെ പാവങ്ങളെയും പൂർണ്ണമായും പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. That's why there is a gap between rich and poor, and it is going every day above these all poor people, and we are facing this difficulty in Modi's time. രാജ്യത്ത് ധനികരും പാവപ്പെട്ടവരും തമ്മിലുള്ള ഒരു സ്വാഭാവികമായ അകലമുണ്ട്. എന്നാൽ നാൾക്കുനാൾ പാവപ്പെട്ടവൻ വീണ്ടും പാവപ്പെട്ടവനാവുകയും ധനികൻ വീണ്ടും ധനികനാവുക വഴി ആ അകൽച്ച അല്ലെങ്കിൽ അകലം കൂടിക്കൂടി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. Rich are getting richer and poor are getting poorer under the Modi government. മോഡിയുടെ ഭരണത്തിന് കീഴിൽ പാവപ്പെട്ടവർ വീണ്ടും വീണ്ടും പാവപ്പെട്ടവരും ദരിദ്രരുമായി മാറുകയും പണക്കാർ വീണ്ടും വീണ്ടും പണക്കാരായി ധനികരായി മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും കാണാൻ കഴിയുന്നത്. Taxes on big corporates decreased, and while GST on essential commodities increasing day by day. ഏതാനും കോർപ്പറേറ്റുകൾക്കുള്ള ഔദാര്യങ്ങൾ ഒഴിച്ചാൽ ഈ രാജ്യത്തെ GST അടക്കമുള്ള സാധാരണക്കാരെ ബാധിക്കുന്ന എല്ലാം ഓരോ ദിവസവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. Crores of loan given to industrialists are waived off, while MSME industries and farmers are suffering, paying every last penny back to banks. ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്കും ധനികർക്കും വേണ്ടി കോടാനുകോടി രൂപയുടെ കടവും മറ്റ് ഔദാര്യങ്ങളും എഴുതി തള്ളുമ്പോൾ ഈ രാജ്യത്തെ സാധാരണക്കാർക്കും അല്ലെങ്കിൽ ചെറുകിട ഇടത്തരം വ്യവസായ വ്യാപാര സ്ഥാപനങ്ങൾക്കുമുള്ള വരുന്ന കടമായ ചെറിയ 1 രൂപ പോലും എങ്ങനെ പിടിച്ചെടുക്കാമെന്ന രീതിയിൽ അവർക്ക് നേരെ ഒരു സമീപനം സ്വീകരിക്കുകയും ധനികർക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഗവൺമെന്റാണ് അധികാരത്തിലിരിക്കുന്നത്. Subsidies are given to big corporations and corporates, while subsidy on LPG is reduced. This is the Modi government's work, and he says always garibi hatao, garib ki saath main dunga, all these words he uses. ജനങ്ങൾക്ക് നൽകിയിരുന്ന സബ്സിഡി ഇന്ന് ഈ രാജ്യത്തെ ഏറ്റവും ധനികർക്കും കോർപ്പറേറ്റുകൾക്കും നൽകുകയും സാധാരണക്കാരനും പാവപ്പെട്ടവനും നൽകിയിരുന്ന സബ്സിഡി ഓരോ ദിവസവും കുറച്ചു കൊണ്ടുവരികയും ചെയ്ത് അവരുടെ ജീവിതം ദുരിതത്തിലാക്കിയാണ്. എന്നാൽ മോഡി നാഴികയ്ക്ക് 40 വട്ടം ദരിദ്രർക്ക് വേണ്ടി പ്രസംഗിക്കുകയും ദരിദ്രരുടെ ഇവിടെ ഈ രാജ്യത്തെ ദാരിദ്ര്യം തുടച്ചു മാറ്റണമെന്ന് പ്രസംഗിക്കുകയും ചെയ്യുന്ന മോഡി പ്രസംഗിക്കുന്നതിന് ഘടകവിരുദ്ധമായ പ്രവൃത്തിയാണ് ഭരണത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. The Congress vision therefore focuses on job creation. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ശ്രദ്ധ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ രാജ്യത്ത് തൊഴിൽ സൃഷ്ടിക്കുന്ന ഒരു സാമ്പത്തിക നയം രൂപപ്പെടുന്നതിലായിരിക്കും. Attracting investment and promoting sustainable growth to revive Kerala's economy. ഈ രാജ്യത്തും സംസ്ഥാനത്തും നിക്ഷേപങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിച്ച് കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവന്ന് ഈ രാജ്യത്ത് വികസനം സാധ്യമാക്കി യുവാക്കൾക്ക് തൊഴിൽ സൃഷ്ടിക്കുക എന്നതാകും കോൺഗ്രസിന്റെ നയം. Unlike the policies of the Modi government, our approach ensures inclusive development and priorities the well-being of Kerala's citizens. മോഡിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവർക്കും ഗുണം കിട്ടുന്ന, എല്ലാവർക്കും നേട്ടങ്ങൾ പങ്കിട്ടെടുക്കാൻ കഴിയുന്ന ഒരു വികസന നയത്തെയായിരിക്കും കോൺഗ്രസ് മുന്നോട്ട് വെക്കുക. അതിലൂടെ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാക്കാൻ കഴിയുമെന്ന് നമ്മൾ കണക്കുകൂട്ടുന്നു. To my sisters, I would say, please be mindful of BJP tactics, who come here to seek your votes
in the name of religion, caste, creed. Their ideology is against the women, and they don't follow what our constitution says. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ രാഷ്ട്രീയ തന്ത്രവുമായി കടന്നു വരുന്ന BJPയെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം. മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മറ്റു കാര്യങ്ങളുടെ പേരിൽ നിങ്ങളുടെ വോട്ട് വാങ്ങി സ്ത്രീകളുടെ ശാക്തീകരണത്തിനെന്ന് പറയുന്നവർ അടിസ്ഥാനപരമായി അവർ സ്ത്രീ വിരുദ്ധരാണ് എന്ന് തിരിച്ചറിയാൻ എൻ്റെ സഹോദരിമാർക്ക് കഴിയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കട്ടെ. When BJP people come to see courts, ask them about the BJP MLA was involved in a crime against a woman in UP. സ്ത്രീകളോട് വോട്ട് ചോദിക്കാൻ കടന്നു വരുന്ന BJP നേതാക്കന്മാരോട്, BJPക്കാരോട് നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയണം, UPയില് ഒരു സ്ത്രീക്കെതിരായി അതിക്രമം കാണിച്ച BJPയുടെ തന്നെ ഒരു വനിതാ MLA ഉണ്ട്. അവരോട് നിങ്ങളുടെ സമീപനം എന്തായിരുന്നുവെന്ന് നിങ്ങളോട് വോട്ട് ചോദിക്കാൻ വരുന്ന BJPയോട് ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയണം. All the women wrestlers have complained. Ask why, instead of saving our Olympic medal winning wrestlers, the government is busy saving that MP of BJP. ഈ രാജ്യത്ത് അഭിമാനമായിരുന്ന രാജ്യത്തെ വനിതാ ഗുസ്തി താരങ്ങൾ, ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ വാങ്ങിയവർ അടക്കം പ്രതിഷേധിച്ച് മുന്നോട്ട് വന്നിട്ടും അവരുടെ അഭിപ്രായത്തെയോ അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തെയോ കേൾക്കാതെ അവരുടെ MPയെ സംരക്ഷിക്കുന്ന തിരക്കിലായിരുന്നു BJP എന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. In the country, atrocities against the women, marginalized groups across the country have risen manyfold in Modi's government. മോഡി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് സ്ത്രീകൾക്കെതിരായിട്ടും ന്യൂനപക്ഷങ്ങൾക്കും മറ്റ് ദുർബല വിഭാഗങ്ങൾക്കും എതിരായിട്ടുള്ള അക്രമങ്ങൾ ഒരുപാട് മടങ്ങ് വർദ്ധിച്ചു വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. For example, the country records 51 cases of crimes against women every hour in the country. ഈ രാജ്യത്ത് ഓരോ മണിക്കൂറിലും 51 സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ നടക്കുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. However, the government protects the people who are accused of crimes against women, SC, ST and other weaker sections of the people. എന്നാൽ ഈ സ്ത്രീകൾക്കെതിരായി അതിക്രമം നടത്തുന്നവരെയും ഈ രാജ്യത്തെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരെ, ദുർബല വിഭാഗങ്ങളെ, അക്രമം നടത്തുന്നവരെയും സംരക്ഷിക്കുന്ന സമീപനമാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്ന മോഡി സർക്കാർ അനുവർത്തിച്ചു വരുന്നത്. I also got to know that there have been increasing cases of violence against the students and youth in Kerala. അതുപോലെ തന്നെ കേരളത്തിലും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങളും അക്രമങ്ങളും വർദ്ധിച്ചു വരുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. People are facing abuse, especially in educational institutions, from students wing of the ruling party. കേരളത്തിലെ കലാലയങ്ങളിൽ ഭരണ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയിൽ നിന്നും അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും അതിക്രമങ്ങളും ഈ സംസ്ഥാനത്തെ വിദ്യാർത്ഥി സമൂഹം യുവാക്കളും നേരിടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. It is our duty as a democratic and secular citizens, including the Congress, to stand up for these marginalized groups and expose the injustices they face under the current government. ഇതുപോലുള്ള അതിക്രമങ്ങളെ തുറന്നു കാട്ടുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത് ജനാധിപത്യ മതേതര വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മളെല്ലാവരും മുന്നോട്ട് വന്ന് ഈ നിലയ്ക്കുള്ള അതിക്രമങ്ങളെയും അക്രമങ്ങളെയും തുറന്നു കാട്ടുകയും പ്രതിരോധിക്കുകയും ഇന്നത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ തണലിൽ നടക്കുന്ന ഈ അക്രമങ്ങളോട് സന്ധിയില്ലാത്ത നിലപാട് സ്വീകരിക്കാനും തയ്യാറാകണം. The incidents of rape, violence and atrocities in Manipur have left the country ashamed. മണിപ്പൂരിൽ നടന്ന ബലാത്സംഗങ്ങളും അതിക്രമങ്ങളും അതുപോലുള്ള വലിയ അക്രമങ്ങളും ഈ രാജ്യത്തെ വലിയ നാണക്കേടിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. Even after 9 months of ongoing violence in Manipur, the BJP government has remained
in utter failure in diffusing the situation and re-establishing an atmosphere of peace and stability in the country. കഴിഞ്ഞ 9 മാസക്കാലത്തിലേറെയായി മണിപ്പൂരിൽ അഭംഗുരം നടന്നു വരുന്ന അക്രമങ്ങളും അതിക്രമങ്ങളും തടയുന്നതിൽ ഈ സർക്കാർ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഒരു കാഴ്ചക്കാരെ പോലെ നോക്കി നിന്ന് മണിപ്പൂരിലെ അക്രമങ്ങളും അതിക്രമങ്ങളും വീണ്ടും മുന്നോട്ട് പോകുന്ന ഏറ്റവും ദയനീയമായ കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. Why Modi has not gone to Manipur when Rahul Gandhi can go? A man who is elected from Kerala, he can go Manipur, but why not the Modi government? ഞാൻ ചോദിക്കട്ടെ, ഇത്രയേറെ പ്രയാസകരമായ സാഹചര്യമുള്ള മണിപ്പൂരിൽ എന്തുകൊണ്ടാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇതുവരെ പോകാത്തത്? കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന രാഹുൽ ഗാന്ധിക്ക് മണിപ്പൂരിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ വേദന ഒപ്പാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പോകാത്തത് എന്ന് ചോദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. This is the concern for the country, Modi's concern. ഇതാണ് ഈ രാജ്യത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ ദുരവസ്ഥ. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ നിലയിലാണ് പെരുമാറുന്നത് എങ്കിൽ ഇത് ഈ രാജ്യത്തിന് തന്നെ വലിയ ഒരു ആശങ്കയ്ക്കിട നൽകുന്ന കാര്യമാണ്. Prime Minister has time to tour the entire country, address election rallies, give speeches every other day. He has all the time in the world for politics, but no time for Manipur. He has time to vacation in Lakshadweep and get pictures clicked. രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യമെമ്പാടും നടന്ന് രാഷ്ട്രീയ യോഗങ്ങളിൽ പ്രസംഗിക്കാനും രാഷ്ട്രീയ റാലികൾ സംഘടിപ്പിക്കാനും സമയമുണ്ട്. അദ്ദേഹത്തിന് അവധിക്കാലം ചെലവഴിക്കാൻ ലക്ഷദ്വീപിൽ പോകാൻ സമയമുണ്ട്. എന്നാൽ ഇന്ന് വെന്ത് നീറുന്ന മണിപ്പൂരിൽ പോകാൻ മാത്രം അദ്ദേഹത്തിന് സമയമില്ല. But he does not have time for people of Manipur, for children of Manipur, for women of Manipur. He never cared to visit Manipur. ഇതെല്ലാം ചെയ്യാൻ സമയമുള്ള മോഡിക്ക് മണിപ്പൂരിലെ വേദന അനുഭവിക്കുന്ന സാധാരണക്കാരനെയും അവിടെ പിച്ച് ചീന്തപ്പെടുന്ന കുട്ടികളുടെ വേദനയോർത്ത്, അവിടുത്തെ സ്ത്രീകളുടെ വേദനയോർത്ത്, അവിടുത്തെ കുട്ടികളെയോ സ്ത്രീകളെയോ സാധാരണക്കാരെയോ കാണാൻ മണിപ്പൂരിലേക്ക് പോകാൻ മാത്രം അദ്ദേഹത്തിന് സമയമില്ല. Our beloved leader Rahul Gandhi, he visited violence affected areas and relief camps in Manipur without fear. നമ്മുടെ പ്രിയങ്കരനായ നേതാവ് രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ അക്രമമുണ്ടായ എല്ലാ മേഖലകളും സന്ദർശിക്കുകയും അതുപോലെ തന്നെ ക്യാമ്പിലേക്ക് മാറ്റിയ സാധാരണക്കാരെ സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. മണിപ്പൂരിലെ വേദന അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസമായി ഓടിയെത്താൻ നമ്മുടെ പ്രിയങ്കരനായ നേതാവ് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു. That's why he started Bharat Jodo Nyaya Yatra from Manipur to Mumbai. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ യാത്ര ഭാരത് ജോഡോ ന്യായ യാത്ര എന്ന യാത്ര മണിപ്പൂരിൽ നിന്നും തുടങ്ങാൻ അദ്ദേഹം ആഗ്രഹിച്ചത്. Even though Prime Minister, Home Minister and BJP leaders don't care about Manipur, the Congress party and people of India will always stand by Manipur people, especially in times of distress. ഈ രാജ്യത്തെ പ്രധാനമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ കേന്ദ്രമന്ത്രിമാർക്കോ മണിപ്പൂരിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിയില്ല എങ്കിൽ ഈ രാജ്യത്തെ ജനവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രയാസം നേരിടുന്ന വേദന അനുഭവിക്കുന്ന മണിപ്പൂരിനൊപ്പം നിൽക്കാൻ അവരോട് ഐക്യദാർഢ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ നേതാവ് അതുപോലൊരു നിലപാട് സ്വീകരിച്ചത്. All democratic institutions are being systematically weakened. Agencies like ED, CBI, income tax are weaponized to target opposition leaders on false and baseless charges. ഈ രാജ്യത്തെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഈ സർക്കാർ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാരിന്റെ കയ്യിലെ ഏറ്റവും സുപ്രധാനമായ ആയുധങ്ങൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ അന്വേഷണ ഏജൻസികളായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI, അതുപോലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, ഇതുപോലുള്ള ഡിപ്പാർട്ട്മെന്റുകളെയും അന്വേഷണ ഏജൻസികളെയും ആയുധങ്ങളായി ഉപയോഗിച്ച് ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ നേതാക്കന്മാരെ ഒന്നിനു പിറകെ ഒന്നായി ഈ സർക്കാരും നരേന്ദ്രമോദിയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. People are being appointed at various high profile posts
not on the basis of merit, but on the basis of their closeness with RSS and BJP. ഈ രാജ്യത്തെ വിവിധങ്ങളായ പരമോന്നത പദവിയിലേക്ക് ആളുകളെ നിയമിക്കുമ്പോൾ ഇന്നലകളിൽ ആളുകളുടെ പ്രൊഫൈൽ നോക്കി അല്ലെങ്കിൽ അവരുടെ ഔന്നത്യം നോക്കിയാണ് നിയമനം നടത്തിയിരുന്നത് എങ്കിൽ ഇന്ന് BJPയും നരേന്ദ്രമോദിയും ആ വ്യക്തികൾക്ക് നരേന്ദ്രമോദിയോടോ സംഘപരിവാറിനോടോ ഉള്ള ഏറ്റവും അടുപ്പം മാത്രം മാനദണ്ഡമാക്കി ഈ രാജ്യത്തെ ഏറ്റവും ഉന്നത പദവികളിലേക്ക് വ്യക്തികളെ നിയമിച്ചുകൊണ്ടിരിക്കുകയാണ്. Whether it is university chancellors, professors, directors in public sectors, or any important post, they appoint only RSS background people. അത് രാജ്യത്തെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർ പദവിയിലേക്കാണെങ്കിലും ഈ രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഡയറക്ടറേറ്റോ അല്ലെങ്കിൽ ഉന്നതമായ ഭരണഘടനാ മൂല്യങ്ങളുള്ള സ്ഥാപനങ്ങളിലെ ഉന്നത മേധാവികളായിട്ടോ നിയമിക്കുന്നവരിലെല്ലാം നമ്മൾക്ക് കാണാൻ കഴിയുന്നത് സംഘപരിവാർ അനുകൂലികളെ മാത്രമാണ്. We must identify and confront this threat to protect the values of democracy, justice, and inclusivity. They had Congress is with us, and we will fight for you and your rights and deliver justice. ഇതുപോലുള്ള ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐക്യപ്പെടുകയും അതിനെതിരെ പ്രതിരോധം തീർക്കുകയും തയ്യാറാകണം. ഈ രാജ്യത്തെ ജനങ്ങൾക്ക്, സമൂഹത്തിന് നീതി നടപ്പാക്കാൻ, ന്യായം നടപ്പാക്കാൻ, അവർക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഉയർത്തിയ മുദ്രാവാക്യം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്ക് കഴിയണം. We recognize the unique challenges Kerala faces, such as infrastructure development, environmental protection, and disaster management. കേരളം ഇന്ന് നേരിടുന്ന സവിശേഷമായ വെല്ലുവിളികളെ നമ്മൾ തിരിച്ചറിയുന്നു. അടിസ്ഥാന മേഖലയിലുള്ള വികസനത്തിന്റെ കുറവാണെങ്കിലും, പാരിസ്ഥിതിക പ്രശ്നങ്ങളാണെങ്കിലും, പ്രകൃതി ദുരന്തങ്ങളാണെങ്കിലും എന്ന് വേണ്ട കേരളം നേരിടുന്ന സവിശേഷമായ വിഷയങ്ങളെ കോൺഗ്രസ് മനസ്സിലാക്കുന്നു. Our development priorities are aligned with Kerala's needs, unlike the lack of focus from the Modi government. കേരളത്തിന്റെ സവിശേഷമായ വികസന ആവശ്യങ്ങളെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വികസന നയമായിരിക്കും, സമീപനമായിരിക്കും കോൺഗ്രസ് സ്വീകരിക്കുക. മോഡി ഗവൺമെന്റിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിന്റെ ജനത, കേരള സംസ്ഥാനം എന്താഗ്രഹിക്കുന്നോ അതിന് അനിവാര്യമായിട്ട് എന്താണോ ആ നിലയിലുള്ള ഒരു സമീപനമാവും കോൺഗ്രസിനുണ്ടാവുക. However, amidst these challenges, let us not forget that remarkable progress and achievements that Kerala has made under the visionary leadership of the Congress party, Karunakaranji, Chandaji, so many other leaders who belong to our party. ഈ വെല്ലുവിളികളെല്ലാം ഉണ്ടായിരുന്നപ്പോഴും കേരളം കഴിഞ്ഞ നാളുകളിൽ നേടിയിട്ടുള്ള ഐതിഹാസികമായ വികസന നേട്ടങ്ങളെ നമുക്ക് വിസ്മരിക്കാനാകില്ല. പ്രത്യേകിച്ച് പ്രിയങ്കരനായ ലീഡർ CK കരുണാകരന്റെയും AK ആന്റണി അടക്കമുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണ നേതൃത്വത്തിൽ കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങൾ അഭിനന്ദനാർഹം തന്നെയാണ്. Our great leader Karunakaran is from this place, and he dominated the Congress long time. His word was carried weight in the Congress. Such a great man is from this place, so we all salute him. പ്രിയങ്കരനായ നേതാവ് CK കരുണാകരൻ കോൺഗ്രസിലെ വലിയ നേതാവായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വാക്കിന് വലിയ വില കോൺഗ്രസ് നേതൃത്വം എക്കാലത്തും കൽപ്പിച്ചിരുന്നു. CK കരുണാകരൻ എന്ന നേതാവ് ഈ നാട്ടിൽ നിന്നാണെന്ന് അറിയുന്നതിൽ എനിക്കേറെ സന്തോഷം. അദ്ദേഹത്തിന്റെ ഈ മണ്ണിൽ നിന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം നേടിയിട്ടുള്ള നേട്ടങ്ങളും ഈ സംസ്ഥാനത്ത് നേടിത്തന്ന നേട്ടങ്ങളെ കുറിച്ചും പറയാതിരിക്കാനാകില്ല. The construction of major infrastructure projects such as the Kannur International Airport and the Kochi Metro has revolutionized connectivity and propelled Kerala onto global stage. കേരളത്തിലെ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ വികസന നേട്ടങ്ങൾ എന്ന് പറയാൻ കഴിയുന്ന കണ്ണൂർ വിമാനത്താവളവും അതുപോലെ തന്നെ മെട്രോയും അടക്കമുള്ള നേട്ടങ്ങൾ ഈ കേരളത്തിനെ പുതിയൊരു വികസനത്തിന്റെ പാതയിലേക്ക് നയിച്ചിട്ടുണ്ട്. The Congress government unwavering
commitment to education, health care, poverty alleviation has laid the foundation for more inclusive and equitable societies. കേരളത്തിൽ അധികാരത്തിലിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത് വിദ്യാഭ്യാസ മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും അടക്കമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു സമത്വ സുന്ദരമായ വികസനം ഈ സംസ്ഥാനത്ത് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. Women Chandra's mass contact program is a testament to that. His leadership was recognized internationally when he received the UN Public Service Award in 2016. പ്രിയങ്കരനായ നേതാവ് ഉമ്മൻചാണ്ടി ഈ നാടിനെ ഭരിച്ചപ്പോൾ കാട്ടിയിട്ടുള്ള കരുതലിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. എങ്ങനെയാണ് ഈ നാട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചതിനുള്ള ഏറ്റവും വലിയ വെളിപാടായിരുന്നു അദ്ദേഹം നടത്തിയ ജനസമ്പർക്ക പരിപാടി എന്ന് പറയുന്നത്. ആ ജനസമ്പർക്ക പരിപാടിക്ക് ആഗോളതലത്തിൽ UN-ന്റെ പോലും അംഗീകാരം ലഭിച്ചു എന്നത് അത് എത്ര വലിയ കാര്യമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ്. Making him the only Indian Chief Minister to achieve this honor, it is a great honor for Kerala and Congress Party. രാജ്യത്ത് ഒരു മുഖ്യമന്ത്രിമാർക്കും നേടാൻ കഴിയാത്ത വലിയ നേട്ടമാണ് പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി നേടിയത്. അത് അദ്ദേഹത്തിന് മാത്രമല്ല, ഈ സംസ്ഥാനത്തിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിക്കും വലിയ അഭിമാനമാണ്. This shows how tirelessly the Congress Party has worked to put our beloved state on the world map. ഇത് കാണിക്കുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ എത്ര വിശ്രമരഹിതമായിട്ടാണ് ഈ സംസ്ഥാനത്തിന്റെ വികസനത്തിനും വളർച്ചയ്ക്കും വേണ്ടി അധ്വാനിച്ചത് എന്നതാണ് അത് കാണിക്കുന്നത്. The Congress Party envisions a Kerala that thrives economically and socially. It is inspired by Dr. B.R. Ambedkar's words. I measure the progress of the community by the degree of progress which women have achieved. കേരളത്തെ സംബന്ധിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വികസന നയമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളതും മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതും പ്രിയങ്കരനായ ഡോക്ടർ B.R. അംബേദ്കർ ഒരുപക്ഷെ വികസനത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പറഞ്ഞത്, ഞാനൊരു വികസനത്തെ അളക്കാനും മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്നത് ആ സമൂഹത്തിലെ സ്ത്രീകൾക്ക് എന്തുമാത്രം പുരോഗതി ഉണ്ടായി എന്ന ഗണത്തിലായിരിക്കും. ആ ഒരു കാഴ്ചപ്പാടാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. We prioritize social justice, economic justice and political justice for all, including women, youth, farmers and marginalized communities. ഈ സമൂഹത്തിലെ എല്ലാവർക്കും, സ്ത്രീകൾക്കാണെങ്കിലും യുവാക്കൾക്കാണെങ്കിലും ദുർബല വിഭാഗങ്ങൾക്കാണെങ്കിലും നീതി ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അത് രാഷ്ട്രീയ നീതി, സാമൂഹ്യ നീതി, സാമ്പത്തിക നീതി, ഇതിൽ അധിഷ്ഠിതമായിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അത് ഉറപ്പുവരുത്താൻ വേണ്ട രീതിയിലുള്ള ഭരണമായിരിക്കും കോൺഗ്രസ് കാഴ്ചവെക്കുക. I came to know that the farmers in Kerala are in distress, especially the rubber farmers. When Congress was in government, in center and in Kerala state, during government, our period ensured maximum price for their produce. കേരളത്തിലെ കർഷകർ വലിയ വലിയ പ്രതിസന്ധിയിലാണ് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് റബ്ബർ കർഷകരുടെ അവസ്ഥ വളരെ പ്രയാസമേറിയതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിൽ UDF സർക്കാരും കേന്ദ്രത്തിൽ കോൺഗ്രസ് സർക്കാരും അധികാരത്തിലിരുന്ന സമയത്ത് റബ്ബറിനടക്കമുള്ള കാർഷിക വിളകൾക്ക് പരമാവധി വില ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട്. I assure you, when we form government again, not a single farmer will be in crisis. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം വാക്ക് തരാൻ ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തെ ഒരു കർഷകനും ദുരിതക്കയത്തിലേക്ക് തള്ളിവിടുന്ന സമീപനം കോൺഗ്രസിൽ നിന്നുണ്ടാകില്ല. We pledge to address these challenges head on, ensuring a brighter and more prosperous future for Kerala. ഈ വെല്ലുവിളികളെല്ലാം നേരിട്ട് ഏറ്റെടുത്ത് നാളുകളിൽ നല്ല വികസനം കൊണ്ടുവന്ന് ഈ രാജ്യത്ത് വികസനവും ക്ഷേമവും സമൃദ്ധിയും ഉറപ്പുവരുത്താനാണ് കോൺഗ്രസ് പരിശ്രമിക്കുക. The Congress Party remains steadfast in our commitment.
to Kerala's strong social welfare programs, including healthcare, education, and poverty elevation. കേരളത്തിന്റെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളോട് കോൺഗ്രസിന് പൂർണ്ണമായ യോജിപ്പാണുള്ളത്. വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, അല്ലാത്ത നിലയിൽ നടത്തുന്ന എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും 100% പിന്തുണ നൽകുന്ന ഒരു സമീപനമാകും കോൺഗ്രസ് സ്വീകരിക്കുക. Despite the challenges posed by the Modi government, we will continue to safeguard and strengthen these essential initiatives for the benefit of every Keralite. ഓരോ കേരളീയനും അവന്റെ വികസന ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഭരണമാകും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുക. മോഡി സർക്കാർ ഉയർത്തിയിട്ടുള്ള ആ വെല്ലുവിളികളെല്ലാം അതിജീവിച്ച് ഒരു പുതിയ പ്രഭാതത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ നമ്മൾക്ക് കഴിയണം. As we stand on the brink of crucial election, I urge the people of Kerala to vote for the Congress party to protect our state's rights and interests, democracy and constitution to be saved. ഒരു നിർണായകമായ ഇലക്ഷൻ പടിവാതിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഞാൻ കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനും ആഹ്വാനം ചെയ്യാനും ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാകണം. ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ഈ രാജ്യം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ് എന്നതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ, കോൺഗ്രസ് വോട്ട് ചെയ്യാൻ തയ്യാറാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കട്ടെ. Your vote is not just a choice between 2-3 political parties. It is a decision that will save the future of Kerala and India and democracy and constitution. നിങ്ങളുടെ വോട്ട് എന്ന് പറയുന്നത് കേവലം ഒരു പ്രക്രിയയല്ല, ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രം നൽകുന്ന ഒരു പിന്തുണയല്ല, മറിച്ച് ഈ രാജ്യത്തിനും ഈ സംസ്ഥാനത്തിന്റെയും ഭാവി സുരക്ഷിതമാക്കാൻ, അപകടത്തിൽ നിന്നും കരകയറ്റാൻ വേണ്ടി നിങ്ങൾ എടുക്കുന്ന ഒരു ഉറച്ച തീരുമാനമായി വേണം നിങ്ങൾ നിങ്ങളുടെ വോട്ടിനെ കാണാൻ. Together, let us forge ahead with hope and determination, confident in the Congress party's unwavering commitment to Kerala's progress and well-being. ഇതെല്ലാമായിരിക്കുമ്പോഴും നമുക്ക് കേരളത്തിന്റെ വികസനത്തിൽ പൂർവാധികം പ്രതീക്ഷ വെച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള തീരുമാനമെടുത്ത് നമ്മൾക്ക് മുന്നോട്ട് പോകാം. Thank you, and may Kerala continue to shine as a shining light of the democracy and progress for generation to come. I pray in God. ഇനിയുള്ള നാളുകളിലും കേരളം തിളങ്ങി നിൽക്കാനും ഈ രാജ്യത്ത് തന്നെ ഒരു വിളക്കായി അല്ലെങ്കിൽ ഒരു വഴികാട്ടിയായി നിലകൊള്ളാനും കേരള സംസ്ഥാനത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും നന്ദി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. നന്ദി. Therefore, the Kerala people always stood for principles, always stood for poor people, always stood for democracy, always stood for constitution protection. Therefore, we have got high hope. If we win Kerala, we will India. കേരളത്തിലെ ജനങ്ങൾ എക്കാലത്തും മൂല്യങ്ങൾക്ക് വേണ്ടി, ഭരണഘടനയ്ക്ക് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടി, മതേതരത്വത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനം ഈ വട്ടം ഈ കോൺഗ്രസിനൊപ്പം നിലകൊള്ളുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കേരളം നമ്മൾ ജയിക്കുകയാണെങ്കിൽ ഇന്ത്യ തന്നെ നമ്മൾ ജയിക്കുമെന്ന് നിങ്ങൾക്ക് വാക്ക് തരാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. Don't allow Modi's BJP flag or any other flag. They will not work for the state and country. And the Congress party is only having a full faith in people, and also our party is from Kanyakumari to Kashmir and from West Bengal to Gujarat is the Congress party only. Other parties in some pocket they are there, but they can't protect the country, they can't protect the people. That's why I pray all you should unitedly vote for Congress. Thank you very much. കേരളത്തിൽ ബിജെപിയുടെയോ നരേന്ദ്രമോദിയുടെയോ ഒരു പതാക ഉയരാൻ നിങ്ങൾ അനുവദിക്കരുത്.
ഈ രാജ്യം സുരക്ഷിതമാകണമെങ്കിൽ അങ്ങ് കന്യാകുമാരി മുതൽ കശ്മീർ വരെയും അങ്ങ് ബംഗാൾ മുതൽ ഗുജറാത്ത് വരെയും ദേശീയ പ്രാധാന്യമുള്ള ദേശീയ സാന്നിധ്യമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയിച്ചു വരേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മറ്റു പാർട്ടികളെ നോക്കുകയാണെങ്കിൽ അവർ ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും മാത്രമുള്ള പാർട്ടികളാണ്. അതുകൊണ്ട് ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മികച്ച വിജയത്തിലേക്ക് നയിക്കാൻ കേരളത്തിലെ ജനങ്ങൾ സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. I will have only 2 slogans. You have to give your support to me, my slogans. Jai Hind. Jai Hind. What? That side is not coming. That side is not coming. There. എല്ലാവരും ഒന്നിച്ച് ഉറച്ചു Jai Hind. Jai Hind. Jai Hind. Jai Hind. Jai Congress. Jai Congress. Jai Congress. Jai Congress. Jai Congress. Jai Congress. Dhanyawad. I salute all the people who have come from far away from their villages and they have heard my words. Thank you very much. ദൂരഗ്രാമങ്ങളിൽ നിന്നും വന്ന എന്റെ എല്ലാ പ്രിയ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തട്ടെ. വെള്ളക്കാരൻ നമ്മുടെ പൈതൃകം തകർത്തതും അവന്റെ ബൂട്ടിൻ കീഴിൽ നാം ഞെരിഞ്ഞമർന്നു പോയതും നമ്മുടെ സർവസ്വവും കട്ടെടുത്തു പോയതും പാരതന്ത്ര്യ നോവുകൾ ഹൃത്തിനെ മുറിച്ചതും. ये आखिरी चुनाव है. मोदी अगर फिर से आए तो नए चुनाव होंगे. नहीं करने दे. ഒരുപാട് നേതാക്കന്മാർ ഇവിടെ സംസാരിക്കാനുണ്ട്. ഏറ്റവും പ്രധാനമായി AICCയുടെ സംഘടനാ ചാർജ് വഹിക്കുന്ന സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ കേരളം ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കൊടുത്ത അമൂല്യമായ സമ്പത്ത്. അദ്ദേഹമാണ് നിങ്ങളോട് സംസാരിക്കേണ്ടത്. അതിനു മുമ്പ് ഒരു വസ്തുത നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട KC വേണുഗോപാലിന്റെ 61ാം ജന്മദിനമാണ് ഇന്ന്. അദ്ദേഹത്തിന്റെ ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ഒരു ജന്മദിന കേക്ക് മുറിച്ച് അദ്ദേഹത്തിന് നൽകാനും ഈ അവസരത്തിൽ നിങ്ങൾ ഞങ്ങളെ അനുവദിക്കണം. അത് കഴിഞ്ഞ് അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. ഒരുപാട് നേതാക്കന്മാരുണ്ട്, സംസാരിക്കാൻ സാധിക്കുന്നവരൊക്കെ നിങ്ങളോട് സംസാരിക്കും. ആരും പോകരുത്. ദയവായി അച്ചടക്കത്തോടു കൂടി ഇരിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ അപേക്ഷിക്കുന്നു. വേഗം. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നേതാവ്, കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയവും യുവജന രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത, പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും ഫാസിസ്റ്റുകൾക്കെതിരായി അതിശക്തമായി പോരാടുന്ന പ്രിയങ്കരനായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് ഈ ജന്മദിന കേക്ക് ഇവിടെ മുറിക്കപ്പെടുന്നു. Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday to you. ഈ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി നമ്മുടെ അഭിമാനമായ ശ്രീ KC വേണുഗോപാൽ MP സംസാരിക്കുന്നു. സമാരാധ്യനായ അധ്യക്ഷൻ KPCC പ്രസിഡന്റ് സുധാകരൻ, നമ്മുടെ ആരാധ്യനായിട്ടുള്ള കോൺഗ്രസ് അധ്യക്ഷൻ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ മല്ലികാർജുന ഖാർഗേജി, വേദിയിലെ ബഹുമാന്യരായിട്ടുള്ള നേതാക്കളെ, ഇവിടെ ഒരു വലിയ പ്രസംഗത്തിൻ്റെ പ്രസക്തി ഇനിയില്ല.
നമ്മുടെ 2024 തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ കോൺഗ്രസ് നടത്തുന്ന ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് തൃശ്ശൂരിൻ്റെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഈ മണ്ണിൽ ഐതിഹാസികമായിട്ടുള്ള ഈ സമ്മേളനം നടത്തിയിരിക്കുന്നത്. ഈ സമ്മേളനം വിളിച്ചോതുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ കാഴ്ചവെക്കാൻ പോകുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ പോരാട്ടത്തിൻ്റെ വീര്യമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് അധ്യക്ഷന് തൃശ്ശൂരിൽ ഈ പരിപാടിക്ക് വന്നപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ 5ാമത് വർക്കേഴ്സ് കൺവെൻഷനാണ്. അദ്ദേഹം തെലങ്കാനയിൽ നിന്നും ആരംഭിച്ച് ഉത്തരാഖണ്ഡിലും ഒറീസയിലും ഡൽഹിയിലും കഴിഞ്ഞിട്ടാണ് ഇന്ന് കേരളത്തിലെത്തിയിരിക്കുന്നത്. ഇനി അദ്ദേഹം ആന്ധ്രയിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഹിമാചലിലും പഞ്ചാബിലും ഒക്കെ പര്യടനം നടത്താൻ വേണ്ടി പോവുകയാണ്, മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ. മറുഭാഗത്ത് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ഇവിടെ വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ ഇറങ്ങിയിരിക്കുന്ന രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ നിന്നും ആരംഭിച്ച യാത്ര ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഐതിഹാസികമായ പര്യടനം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധി, മറ്റൊരു ഭാഗത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ്. ഇന്ത്യയിലൊട്ടാകെ ഇത്തരം 2 നേതാക്കന്മാരുടെയും, പ്രിയങ്കാജി ഉൾപ്പെടെ നേതാക്കന്മാരുടെയും പ്രചരണങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ പോരാട്ടത്തിൽ കേരളത്തിന് വലിയ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് കോൺഗ്രസ് പ്രസിഡന്റിന്റെ ഈ പരിപാടി നമുക്ക് ഇന്നിവിടെ കാണാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, തൃശ്ശൂരിൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 10 ദിവസത്തിനുള്ളിൽ 2 പ്രാവശ്യം അദ്ദേഹം സന്ദർശിച്ചു. 10 ദിവസത്തിനുള്ളിൽ 2 പ്രാവശ്യം മോദി സന്ദർശിക്കാൻ എന്താണ് കാരണമെന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾ സാഗോദം ചിന്തിച്ച കാര്യമാണ്. ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹം 10 ദിവസത്തിനുള്ളിൽ തൃശ്ശൂർ സന്ദർശിക്കാൻ 2 പ്രാവശ്യം അവസരം കണ്ടപ്പോൾ കത്തുന്ന മണിപ്പൂർ സന്ദർശിക്കാൻ 9 മാസമായിട്ടും പോകാത്ത മോഡിയാണെന്ന് ഏറ്റവും നന്നായി അറിയാവുന്നത് കേരളമാണ്, തൃശ്ശൂരാണ്. ഈ കുറുക്കന്റെ ലക്ഷ്യം അറിയാവുന്നവരാണ് തൃശ്ശൂരിന്റെ മക്കൾ, കേരളത്തിലെ മക്കൾ എന്നുള്ള സംശയമില്ല. അദ്ദേഹം ഇവിടെ പ്രഖ്യാപിച്ചു മോഡിയുടെ ഗ്യാരണ്ടി. എന്താണ് മോഡിയുടെ ഗ്യാരണ്ടി? 14 ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. 1 വർഷം 2 കോടി ജനങ്ങൾക്ക് ജോലി കൊടുക്കും, ചെറുപ്പക്കാർക്ക്. 10 കൊല്ലം കഴിയുമ്പോൾ 20 കോടി ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കണം. എവിടെ പോയി തൊഴിൽ ഗ്യാരണ്ടി മോഡിയുടെ? മോഡി പറഞ്ഞു, കള്ളപ്പണം മുഴുവൻ ഞാൻ പിടിക്കും, 15 ലക്ഷം രൂപ വെച്ച് നിങ്ങളുടെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് തരും. മോഡിയുടെ ഗ്യാരണ്ടി ആയിരുന്നു. ആർക്ക് കിട്ടി 15 ലക്ഷം രൂപയുടെ ഗ്യാരണ്ടി? മോഡി പറഞ്ഞു കർഷകർക്ക് അവരുടെ MSP മിനിമം സപ്പോർട്ട് പ്രൈസ് ഇരട്ടിയാക്കി മാറ്റും. എവിടെ കിട്ടി? എവിടെ കിട്ടി ആ ഗ്യാരണ്ടി? എവിടെയും കിട്ടിയില്ല. ഒരു ഗ്യാരണ്ടി മാത്രം നടപ്പിലാക്കി. മോഡി നടപ്പിലാക്കിയ ഒരേ ഒരു ഗ്യാരണ്ടി കേരളത്തിനറിയാം, ഇന്ത്യക്കറിയാം. കേരളത്തിലും ഇന്ത്യയിലെയും പാവപ്പെട്ട ജനങ്ങളുടെ മനസ്സിനകത്തേക്ക് വിദ്വേഷത്തിന്റെ പകയുടെ വിത്തുകൾ പാകാനാണ് മോഡി ഗ്യാരണ്ടിയിലൂടെ ശ്രമിച്ചത്. ആ മോഡി ഗ്യാരണ്ടി ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണല്ലോ നമ്മൾ അടുത്ത കാലത്തൊക്കെ കണ്ടത്. അവസരം കിട്ടുമ്പോൾ പള്ളിക്ക് മുമ്പിൽ, പള്ളിയുടെ ബോർഡിലും സംഘപരിവാറിന്റെ പതാക ഉയരും. അവസരം കിട്ടിയാൽ അവിടെ ഉയരും. അത് എവിടെ ഉയർത്തും അവര്? അത് ഹിന്ദുവിന്റെ ചെലവിൽ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിനെ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഗ്യാരണ്ടിയാണ്. അത് രാജ്യത്തെ തകർക്കുന്ന ഗ്യാരണ്ടിയാണ്, രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന ഗ്യാരണ്ടിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ആ ഗ്യാരണ്ടിയിൽ പെടുന്നവരല്ല നമ്മൾ. ഞാൻ ദീർഘമായി പറയുന്നില്ല. ഒറ്റ കാര്യവും കൂടെ, ഞാൻ വളരെ സാഗോദവും എല്ലാ പ്രാവശ്യവും ഞാൻ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാറുണ്ട്. ഇപ്രാവശ്യവും വായിച്ചു. പ്രതിപക്ഷ നേതാവ് ഇവിടെയുണ്ട്. 2021, 22, 23, 24, ഇപ്പോൾ 24 ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായ ശേഷമുള്ള നയപ്രഖ്യാപന പ്രസംഗങ്ങൾ, അവിടെയെല്ലാം ഈ പ്രാവശ്യം ഒഴിച്ച് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അവിടെയെല്ലാം ഊന്നിയത് കേന്ദ്രവിരുദ്ധ പ്രസംഗങ്ങളായിരുന്നു.
ഇപ്രാവശ്യത്തെ നയപ്രഖ്യാപന പ്രസംഗം നോക്കിയപ്പോൾ ആകെ പരതിയിട്ടും കേന്ദ്രവിരുദ്ധം കണ്ടില്ല. ഈ കാരണം എന്തുകൊണ്ടാണെന്ന് പറയാനുള്ള ഉത്തരവാദിത്വം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയനുണ്ട് എന്ന കാര്യമാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. നരേന്ദ്രമോദി ഇന്ത്യയെ വിഭജിക്കുന്ന, നാടിനെ തകർക്കുന്ന, പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്ന, ജനാധിപത്യം ചുട്ടുകൊല്ലുന്ന നരേന്ദ്രമോദിയുടെ മുന്നിൽ വണങ്ങാം. പക്ഷേ നരേന്ദ്രമോദിയുടെ മുന്നിൽ ഒന്നുമല്ലാത്ത പാവം പരൽമീനായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ടാൽ വണങ്ങില്ല എന്ന് പറയുന്നതിൻ്റെ രാഷ്ട്രീയവും എനിക്ക് മനസ്സിലായിട്ടില്ല. നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്രവിരുദ്ധമില്ലാത്തതും മോഡിക്ക് മുമ്പിൽ വണങ്ങി ആരിഫ് ഖാന്റെ മുമ്പിൽ വണങ്ങാതിരിക്കുന്നു. എനിക്ക് പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരോട് മാത്രമേ ഒരുപാട് പ്രതീക്ഷയോടെ നിങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് ആത്മപരിശോധന നടത്താനുള്ള അവസരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് തൃശ്ശൂരിൽ നിന്നും തുടങ്ങിയിരിക്കുന്ന ഈ അശ്വം 20 സീറ്റും വാങ്ങിച്ച് കേരളത്തിലെ കോൺഗ്രസും UDF-ഉം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ടാക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ, ഈ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആദർശ കേരളത്തിന്റെ അഭിമാനമായ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, ദീർഘമായ ഒരു പ്രസംഗം നടത്തുന്നത് അനൗചിത്യമാണ് എന്നെനിക്കറിയാം. നമ്മളെല്ലാവരും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഒരു മഹായുദ്ധത്തിന് പോവുകയാണ്. ഈ മഹായുദ്ധത്തിൽ വർഗീയതയെയും ഫാസിസത്തെയും ഈ രാജ്യത്തിൻ്റെ മണ്ണിൽ കുഴിച്ചു മൂടും എന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനവുമായിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനത്ത് ഈ ദുർഭരണത്തിനെതിരായി, ഈ അഴിമതിക്കാർക്കെതിരായി, ഈ ധിക്കാരികൾക്കെതിരായി ഉള്ള നമ്മുടെ പ്രയത്നം, നമ്മുടെ കഠിനാധ്വാനം, അതിൻ്റെ റിസൾട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകേണ്ടത് എന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ചിട്ടയായ പ്രവർത്തനം കൊണ്ട്, അച്ചടക്കമുള്ള പ്രവർത്തനം കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഉജ്ജ്വലമായ വിജയം നേടാൻ നമുക്ക് കഴിയണം. അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ UDF-ന്റെ ശക്തി നിങ്ങളാണ് എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് തൃശ്ശൂർ നഗരമാണ്. നമ്മൾ ഇവിടെ നിന്നാണ് സംസാരിക്കുന്നത്. തൃശ്ശൂരിന് ഒരുപാട് പാരമ്പര്യമുണ്ട്. നമ്മൾ എല്ലാ കാലത്തും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിച്ചിട്ടുള്ള പ്രിയങ്കരനായ ലീഡർ K. കരുണാകരൻ്റെ മണ്ണാണ് ഈ തൃശ്ശൂർ. ഇവിടെ ജനാധിപത്യ ശക്തികൾ ഉജ്ജ്വലമായ വിജയം നേടുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറണം. ആര് വന്നാലും, ആര് പ്രചരണം നടത്തിയാലും ഫാസിസ്റ്റ് ശക്തികളെ, വർഗീയ ശക്തികളെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ പോരാടി പരാജയപ്പെടുത്തും എന്നുള്ള ദൃഢപ്രഖ്യാപനമാണ് തൃശ്ശൂരിൽ പ്രത്യേകമായി സ്വീകരിക്കേണ്ടത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്കറിയാം, രാജ്യവ്യാപകമായി നടക്കുന്ന അക്രമങ്ങൾ, മണിപ്പൂരിൽ നടക്കുന്ന അക്രമങ്ങൾ, ക്രൈസ്തവ ദേവാലയങ്ങൾക്കെതിരായി നടക്കുന്ന അക്രമങ്ങൾ, ഇവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് രാജ്യം മുഴുവൻ അക്രമം നടത്തി ആട്ടിൻ തൊഴിലിട്ട ചെന്നായ്ക്കളെ പോലെ അവരുടെ വക്താക്കൾ ഇവിടെ ക്രൈസ്തവരുടെ വീടുകൾ കയറിയിറങ്ങുന്നു. നല്ല രസകരമായ കാഴ്ചയാണ്. ഇന്നലെ ഒരു തീരുമാനമുണ്ടായി. CBCIയുടെ കേന്ദ്ര കമ്മിറ്റി എടുത്ത തീരുമാനം. അവർ പറഞ്ഞു, മണിപ്പൂരിൽ അക്രമം നടത്തിയവർക്കെതിരായി, രാജ്യത്ത് ക്രൈസ്തവ ദേവാലയങ്ങൾക്കെതിരായി ആക്രമണം നടത്തിയവർക്കെതിരായി വേണം നിങ്ങൾ വോട്ട് ചെയ്യാൻ. CBCIയുടെ പ്രസിഡന്റും തൃശൂർ രൂപതയുടെ പിതാവുമായ ശ്രീ ആൻഡ്രൂസ് താഴത്ത് പിതാവിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഉജ്ജ്വലമായ തീരുമാനമാണ്. ഈ കാലം ആവശ്യപ്പെടുന്ന തീരുമാനമാണ് CBCI എടുത്തത്. ഈ നാട്ടിൽ വീണ്ടും മോഡി ഭരണകൂടം അധികാരത്തിൽ വന്നാൽ ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്ന അരക്ഷിതത്വത്തിന്, അടിച്ചമർത്തലുകൾക്ക്, പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലാതാക്കാൻ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാം നമ്മൾ തീർച്ചയായും അതിന് അനുമതി കൊടുക്കുന്നതായിരിക്കും അവർ അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം ഈ വർഗീയ ശക്തികളെ, ഈ ഫാസിസ്റ്റ് ശക്തികളെ
ഈ മണ്ണിൽ അവസാനിപ്പിക്കുക എന്നതാണ്. അതാണ് കോൺഗ്രസ് ഏറ്റെടുക്കേണ്ട പോരാട്ടം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് ഏറെ ബഹുമാന്യനായ ശ്രീ രമേശ് ചെന്നിത്തല. ബഹുമാനായ KPCC പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ, വേദിയിലെ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കേരളത്തിലെമ്പാടുമുള്ള ബൂത്ത് പ്രസിഡന്റുമാരെ ഈ തേക്കൻകാട് മൈതാനിയിൽ വിളിച്ചു ചേർത്തുകൊണ്ട് കോൺഗ്രസ് പ്രസിഡന്റ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് വർഗീയതയുടെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിയുടെ നയങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടമാണ് ഇന്നിവിടെ നടക്കേണ്ടതായിട്ടുള്ളത്. നരേന്ദ്രമോദി തന്നെ തൃശ്ശൂരിൽ 2 തവണ വന്നു. മറ്റൊരാൾ പറയുന്നു ഞങ്ങൾ തൃശ്ശൂർ അങ്ങ് പിടിച്ചെടുക്കുമെന്ന് പറയുന്നു. ആരും പിടിക്കാൻ പോകുന്നില്ല. ഇത്തവണയും തൃശ്ശൂർ UDF വൻപിച്ച ഭൂരിപക്ഷത്തോടെ ലോക്സഭയിലേക്ക് പാർലമെന്റ് അംഗത്തെ വിജയിപ്പിച്ചു വിടും. വർഗീയ ശക്തികൾക്ക് വളക്കൂറുള്ള മണ്ണല്ല തൃശ്ശൂർ എന്ന് നമുക്ക് തെളിയിക്കണം. അതിനുവേണ്ടി ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലമായി ജനങ്ങൾക്കൊന്നും ചെയ്തിട്ടില്ല. രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങളൊന്നും പ്രചരണത്തിലേക്ക് കടന്നു വരുന്നില്ല. ആകെ പറയുന്നത് വർഗീയത മാത്രമാണ്. ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചുകൊണ്ടും ഭൂരിപക്ഷത്തെ ഭിന്നിപ്പിച്ചുകൊണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആർക്ക് ഭാരതരത്നം കൊടുക്കുന്നതിന് നമ്മൾ എതിരല്ല. കർപ്പൂരി താക്കൂറിന് ഭാരതരത്നം കൊടുക്കുമ്പോൾ തന്നെ അദ്വാനിക്കും ഭാരതരത്നം കൊടുക്കുന്നു. ഭാരതരത്നം എന്ന് പറയുന്നത് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. ഇന്ത്യക്ക് വേണ്ടി മഹത്തായ സംഭാവനകൾ ചെയ്ത 50-ലധികം പേർക്ക് ഇതുവരെ ഭാരതരത്നം കൊടുത്തിട്ടുണ്ട്. ആർക്ക് കൊടുക്കുന്നതിന് നമ്മൾ ആരും എതിരല്ല. പക്ഷേ രാഷ്ട്രീയ താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഇത്തരം ദേശീയ ബഹുമതികൾ നൽകുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ട സമയമായിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ അധികാരത്തിൽ വരാൻ വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. CBIയെ ഉപയോഗിച്ചുകൊണ്ട് CBI ഉപയോഗിച്ചുകൊണ്ട്, EDയെ ഉപയോഗിച്ചുകൊണ്ട്, ഇൻകം ടാക്സിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാരെ ഓരോന്നോരോന്നായി വേട്ടയാടുകയാണ്. സാമ്പത്തിക കുറ്റവാളികളെ വേട്ടയാടുന്നതിന് നമ്മൾ ആരും എതിരല്ല. നിസ്സാരമായ കുറ്റങ്ങളുടെ പേരിൽ പ്രതിപക്ഷത്തുള്ളവരെ മാത്രം വേട്ടയാടുന്ന നയങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. BJPയുടെ ഒരു നേതാവിന്റെ പേരിലും, BJPയുടെ ഒരു മുഖ്യമന്ത്രിയുടെ പേരിലും, ഒരു കേന്ദ്രമന്ത്രിയുടെ പേരിലും ഇതുവരെ CBIയുടെ അന്വേഷണമോ EDയുടെ അന്വേഷണമോ വരുന്നില്ല. കാരണം ഈ ഏജൻസികളെല്ലാം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നടന്ന അഴിമതികളെ സംബന്ധിച്ച്, സ്വർണ്ണക്കള്ളക്കടത്ത് പോലുള്ള അഴിമതികളെ പറ്റി പ്രധാനമന്ത്രി ഈ കേരളത്തിന്റെ മണ്ണിൽ വന്ന് സംസാരിച്ചു. എന്തുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട അഴിമതി തെളിയിക്കാൻ കേന്ദ്ര ഏജൻസികൾ മുന്നോട്ട് വന്നില്ല? അവിടെയാണ് CPMഉം BJPയും തമ്മിലുള്ള അന്തർധാര
വളരെ വ്യക്തമാകുന്നത്. അഴിമതിക്കാർക്ക് കുടപിടിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറുന്നത് നമ്മൾ കേരളത്തിൽ കണ്ടവരാണ്. കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ CPM-ഉം BJP-യും തമ്മിലുള്ള കള്ളക്കളി കേരളത്തിന്റെ മണ്ണിൽ അരങ്ങേറിയത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരം ചെയ്യുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ ഡൽഹിയിൽ അവിടെ സമരമല്ല, സമ്മേളനമാണ് നടത്തുന്നത്. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നു എന്ന് പറഞ്ഞ പോലെ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ പിണറായി വിജയന്റെ മുട്ടിടിക്കും. അതുകൊണ്ടാണ് സമ്മേളനമാക്കി അത് മാറ്റിയത്. സമരത്തിന് തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനം നടത്തി പൊതുയോഗത്തിലേക്ക് മാറ്റിയത് അതുകൊണ്ടാണ്. ഇതിനെതിരെയുള്ള പോരാട്ടവുമായി നമ്മൾ മുന്നോട്ട് പോകണം. കേരളത്തിലെ എല്ലാ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരും നേതാക്കളും ഇനിയും ഒറ്റ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കണം. വോട്ടർ പട്ടികയിൽ ആളിനെ ചേർക്കേണ്ട സമയമാണ്. വോട്ടർ പട്ടികയിൽ ആളിനെ ചേർക്കണം, നീക്കേണ്ടവരെ നീക്കണം. അങ്ങനെ സംശുദ്ധമായ വോട്ടർ പട്ടിക ഉണ്ടാക്കാൻ മുൻകൈ എടുക്കണം. ബൂത്ത് തലത്തിൽ കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തണം. ബൂത്ത് തലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ ശാക്തീകരിച്ചുകൊണ്ട് വീട് വീടാന്തരം കയറിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം. കഴിഞ്ഞ തവണ 20-ൽ 19 സീറ്റ് ലഭിച്ചെങ്കിൽ ഇത്തവണ 20-ൽ 20 സീറ്റും ജയിക്കത്തക്ക നിലയിലുള്ള പ്രവർത്തന പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.